ഇപ്പൊ ഞാൻ പറഞ്ഞത് ശരിയായില്ലേ? മുന്നറിയിപ്പ് കൂടാതെ വന്നാലേ സത്യാവസ്ഥ അറിയാൻ പറ്റും. ദേ വീടും അടച്ചുപൂട്ടി എവിടെയോ കറങ്ങി നടക്കാൻ പോയിരിക്കുക. ആശുപത്രിയിലും ചെന്നിട്ടില്ല. പിന്നെ ഇതെവിടെ പോയി? എങ്ങനെയുണ്ട് പരിസരം എന്ന് നോക്കിക്കേ കുറിപ്പേ. പരിസരം ഡോക്ടറെ കാണാൻ വന്നാണോ? ആ, ഡോക്ടറുടെ ആരാ? ഗ്രാൻഡ് മദറാ. അങ്ങോട്ടിരിക്കാം. വരൂ, വരുന്നേ. റോട്ടറി ക്ലബ്ബ് നടത്തുന്ന ഒരു സൗജന്യ ചികിത്സാ ക്യാമ്പ് ഉണ്ട് ഇന്ന്. ഇവിടുന്ന് 4 കിലോമീറ്റർ അകലെയാണ്. ഡോക്ടർ വരാൻ രാത്രിയാവും. അതെങ്ങനെ അറിയാം? അച്ഛൻ പറയുന്ന കേട്ടു. ജോമോ കുഞ്ഞിന്റെ ആഹാരകാര്യത്തെ പറ്റി അന്വേഷിക്കണമെന്ന് പറഞ്ഞിരുന്നു. അവന്റെ ആഹാരമൊക്കെ എങ്ങനെയാ? രാവിലെ ചിലപ്പോ മുട്ട കഴിക്കും, ഉച്ചയ്ക്ക് ആശുപത്രിയില് ചോറ് വാങ്ങിച്ചു കഴിക്കും, രാത്രി ചിലപ്പോ കഴിച്ചിട്ട് വരും, അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് റൊട്ടി മുരിച്ചു കഴിക്കും. ഇതൊക്കെ ഇത്ര കൃത്യമായിട്ട് നിനക്കെങ്ങനെ അറിയാം? അത് അച്ഛനാണ് ഇതൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നത്. പുതിയ ഡോക്ടറെ പറ്റി നാട്ടുകാർക്ക് എന്താ അഭിപ്രായം? അയ്യോ, വലിയ കാര്യമാ. മുമ്പ് വന്നവരെ പോലെ തണ്ടും പോസൊന്നുമില്ല. ഇനി ഡോക്ടർ ഇവിടുന്ന് പോണോന്ന് പറഞ്ഞാ വിടത്തുമില്ല. ആര് വിടത്തില്ലെന്ന്? നാട്ടുകാര്. ഞാൻ വിചാരിച്ചു ഈ കറണ്ട് പോക്ക് അവിടെ മാത്രമേ ഉള്ളൂ. ഇപ്പൊ എല്ലായിടത്തും ആയോ? സുഖം. ജീരകവെള്ളം എനിക്ക് വേണ്ട. ഇവിടത്തേക്കാ? എവിടത്തേക്ക്? ഇവിടത്തേക്ക്. അച്ഛനല്ലേ ഇവിടെ? ഇല്ല. ഞാൻ അറിഞ്ഞു ഇങ്ങനെ ഒരു പതിവുണ്ടെന്ന്. അതിനിപ്പോ എന്താ കുഴപ്പം? കുഴപ്പമൊന്നുമില്ല. എന്തോന്ന് കുഴപ്പം? അപ്പന്റെ മോൻ തന്നെ. വഴി വിട്ട് നിൽക്കാമോ? ഓരോരുത്തരായിട്ട് പരിശോധിക്കാൻ. അകത്തോട് ശ്വാസം പിടി. അകത്തോട് ശ്വാസം പിടിയടോ. കാഴ്ചക്ക് ഇത്തിരി കുറവുണ്ട്. അത് ബാറ്ററി ഡൗൺ ആയതുകൊണ്ട്. എത്ര വയസ്സായിട്ടുണ്ട് ഇപ്പോ? 68. ഇനിയിപ്പോ അത്രയെ കുറച്ച് കണ്ടാ മതി. ശരിക്കും അങ്ങോട്ട് തിരിഞ്ഞു കിടണോ? പിന്നെ വീട്ടിലെ കോഴിയുണ്ടോ? കോഴിയുണ്ട്. അപ്പൊ ദിവസം ഒരു മുട്ട കഴിക്കാം. കഴിക്കാം. പിന്നെ ഇഷ്ടം പോലെ ചീര കഴിക്കാം. കണ്ടമാനം വെള്ളം കുടിക്കാം. ഇതല്ല ഈ ഗുളിയൊന്നും വാങ്ങിക്കണ്ടേ? വേണ്ട, ഒന്നും വാങ്ങിക്കേണ്ട കാര്യമില്ല. പോയിട്ട് 2 ആഴ്ച കഴിഞ്ഞു പോലെ. താൻ എക്സ്ട്രാ റൂമിലോട്ട് ചെല്ല്. ഡോക്ടർ ഒന്ന് കണ്ണു തുറന്ന് ഉഷാറാകണം രോഗികളോടുള്ള പെരുമാറ്റത്തിൽ. മുമ്പത്തെ പോലല്ല. ഡോക്ടർ ജെയിംസിന്റെ ആശുപത്രിയാണെന്നാ പുറത്തറിയുന്നത്. നമ്മുടെ സ്വന്തം ആശുപത്രിയിൽ നമ്മൾ കഴിഞ്ഞേ വേറൊരുത്തം വളരാവൂ. അതിനെ ഡോക്ടർ അവസരം കൊടുക്കാവൂ. തൽക്കാലം അവൻ വളരട്ടെ. എന്റെ അച്ഛൻ കൊണ്ടുവന്ന പുന്നാര ഡോക്ടറല്ലേ. ഒരു യുഗം കൊണ്ട് അവൻ നേടുന്നത് ഒരു സെക്കൻഡ് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. നിങ്ങൾ പോയി സ്മോൾ എടുത്തോണ്ട് വാ. ചെല്ല്. കുറുപ്പേ, പറഞ്ഞത് കേട്ടില്ലേ? റൊട്ടിയും മുട്ടയും കഴിച്ചു കഴിയാണെന്ന്. വീട്ടിലാണെങ്കിൽ കൊഞ്ചുകറി ഇല്ലാതെ അവന് ചോറിറങ്ങൂ? എന്താ ഇത്? ഇത് കുറച്ച് കൊഞ്ചേറിയ. എവിടുന്ന്? എന്റെ മോളുണ്ടാക്കി തന്നതാ, സാറിന് വേണ്ടി. അതിന് ഞാൻ കൊഞ്ചേറി വീട്ടിലെന്ന് ആരോടും പരാതി പറഞ്ഞിട്ടില്ലല്ലോ. പരാതി പറഞ്ഞിട്ടില്ലല്ലോ. എന്തിനാ കൊടുത്തയച്ചത്? പിന്നെന്തിനാ കൊടുത്തയച്ചത്? അല്ല, പിന്നെന്തിനാ കൊടുത്തയച്ചത്? സത്യാവസ്ഥ നമുക്കറിയണ്ടേ? അറിയണം. പ്രതിയെ വിളിക്കൂ, ഞാൻ സംസാരിക്കാം. വിളിക്കാം. അപ്പൊ ഇത് കൊടുത്തു അച്ഛാ? കൊടുത്തു. നിന്നോട് അങ്ങോട്ടേ അല്ല, ഞാൻ അപ്പോഴേ പറഞ്ഞ ഇതൊന്നും വേണ്ടാന്ന്. അങ്ങേ ഒരു പ്രത്യേക ടൈപ്പാ. കൊഞ്ചുകറി വെക്കാൻ പ്രത്യേക കഴിവുണ്ടെങ്കിൽ സ്വയം ഉണ്ടായിക്കോണം, സ്വയം കഴിച്ചോണം. എനിക്ക് കൊഞ്ചുകറി കൊടുത്തയക്കാൻ നിങ്ങളോട് ആരാ പറഞ്ഞേ? ഞാൻ ആർക്ക് വേണ്ടി ഉണ്ടാക്കിയതല്ല, വീട്ടിൽ വെച്ചു അധികം വന്നപ്പോ കൊടുത്തയച്ചതാ. നിങ്ങളുടെ വീട്ടിൽ ബാക്കി വരുന്നതെല്ലാം കഴിച്ചു തീർക്കാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടല്ലോ ഒരു കസ്തൂർബ വനിതാ കേന്ദ്രം, അവിടെ സപ്ലൈ ചെയ്യണം. ഞാൻ ആ നിയമവശമൊന്നും ആലോചിച്ചില്ല. അയൽപ്പക്കമല്ലേ, ഒറ്റയ്ക്ക് താമസിക്കല്ലേ എന്ന് കരുതി ഒരു പരിഗണന തന്നു മാത്രം. ഇത് പരിഗണനയല്ല, ഇത് ഗൂഢാലോചനയാണ്.
എന്നെ ഒതുക്കി തീർക്കാനുള്ള ഗൂഢാലോചന. ഹ്, എനിക്ക് കൊഞ്ചേറി ഇഷ്ടമാണെന്ന് നിങ്ങൾ എങ്ങനെയോ മനസ്സിലാക്കി. എന്റെ ആ ദൗർബല്യം മുതലെടുക്കാൻ വേണ്ടി നിങ്ങൾ തന്ത്രപൂർവ്വം അച്ഛന്റെ കയ്യിൽ കരു കൊടുത്ത് അയച്ചു. നിങ്ങളുടെ മനസ്സിലെ ദുരുദ്ദേശമൊക്കെ എനിക്കറിയാം. എനിക്ക് ഒരു ദുരുദ്ദേശമില്ല. ഉണ്ട്. കൊഞ്ചുകറി സ്വാദുള്ളതാണെങ്കിൽ ഞാൻ അറിയാതെ ആദ്യം ആ കറിയെ സ്നേഹിക്കും. കുറെ കഴിയുമ്പം കറി വെച്ച ആ കൈകളെ ഞാൻ സ്നേഹിക്കും. നിങ്ങൾ ഈ കൊഞ്ചുകറി പ്രയോഗം കൊണ്ട് എന്റെ മനസ്സിനെ സ്വാധീനിക്കാൻ ശ്രമിക്കുകയാണ്. അതെ, സ്വാധീനിക്കാൻ ശ്രമിക്കുകയാണ്, സ്വാധീനിക്കുകയും ചെയ്യും. അമ്മയുടെ അഡ്മിറ്റ് ആയിട്ട് ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും ആളില്ല. കഴുത്തറത്താണല്ലോ ബെല്ല് വാങ്ങിക്കുന്നത്. നിങ്ങൾ ഇവിടെ കിടന്ന് വെള്ളം വെച്ചിട്ട് കാര്യമില്ല. അഡ്മിറ്റ് ചെയ്ത ഡോക്ടറെ പോയി കാണും. ദേവൻ സാറിന്റെ പേഷ്യന്റാ. എന്നാ ഇനി കണ്ടിട്ട് കാര്യമില്ല. ഡോക്ടർ ജെയിംസ് സാറിനെ കാണ്. ആരായി ജെയിംസ് ഡോക്ടർ? നീ വിഷമിക്കണ്ട, ഞാൻ അറ്റൻഡ് ചെയ്യാം. ആര് അറ്റൻഡ് ചെയ്താലും കൊള്ളാം. എനിക്ക് എന്റെ അമ്മയുടെ ജീവനാണ് മുഖ്യം. ഇവിടെ കൊണ്ടുവന്നിട്ട് 3 ദിവസമായി. നിങ്ങൾക്ക് ഇവിടെ സൗകര്യമില്ല, അത് പറ. ഞാൻ വേറെ എവിടെ കൊണ്ടുപോക്കണം. പക്ഷെ എന്റെ അമ്മയുടെ ജീവൻ എന്തെങ്കിലും സംഭവിച്ചാ ഞാൻ ആരാന്ന് നോക്കില്ല. കൂൾ ഡൗൺ. കൊച്ചു പയ്യനല്ലേ, എന്തിനാ ഈ ചൂടാകുന്നത്? അമ്മയുടെ അസുഖം കണ്ടുപിടിക്കാനുള്ള മിനിമം കഴിവ് എനിക്കുണ്ട്. അതിനുള്ള സൗകര്യം ഞാൻ വർക്ക് ചെയ്യുന്ന ഈ ആശുപത്രിയിലും ഉണ്ട്. ഡോക്ടറിൽ അല്പമെങ്കിലും വിശ്വാസം വേണ്ടേ? എന്തായത്? മോനോടെ കിടന്ന് വിപ്ലവം സൃഷ്ടിക്കുന്നല്ലോ. എന്താ അസുഖം? അമ്മയെ എവിടെ വേണമെന്ന് വെച്ചാ പറ. ഞാനൊന്ന് നോക്കട്ടെ. ശ്വാസം നേരെ പിടിച്ചേ. ആ, ഒന്നുകൂടെ. ഒരു കുഴപ്പമില്ല. ഏതായാലും ട്രിപ്പ് കണ്ടിന്യൂ ചെയ്യട്ടെ. രാത്രി വല്ല ഛർദിയോ ശ്വാസം മുട്ടലോട്ടോ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ എന്നെ അറിയിച്ചാൽ മതി, ഞാൻ വന്ന് അറ്റൻഡ് ചെയ്തോളാം. ശരി ഡോക്ടർ. ആ, ആളെ പോയില്ലേ വേറെ? പനിയൊക്കെ പോയല്ലോ. ഡോക്ടർ ടീച്ചർ പറഞ്ഞു ടീച്ചർക്ക് ഭയങ്കര അസുഖമാണെന്ന്. എന്താ സുഖം? അത് പിന്നെ ടീച്ചർക്ക് വേദനയാ. അങ്കിളിനോട് വന്ന് പറയാൻ പറഞ്ഞു. അങ്കിളിനോട് മാത്രം കള്ളം പറയരുത്, ഓക്കെ? എന്താ സുഖം? അങ്കിള് പറയരുതേ. എന്തു പറ്റി പെട്ടെന്ന്? എനിക്കെന്തോ വല്ലാതെ. വല്ലാന്ന് വെച്ചാൽ എന്താ അസുഖം എന്ന് പറ. അസുഖം എന്താന്ന് അറിഞ്ഞാ പിന്നെ ഡോക്ടറെ വിളിക്കേണ്ട കാര്യമില്ലല്ലോ. അയ്യോ. ആ, വെയിറ്റ്. നിങ്ങൾക്ക് ഒരു രോഗവും എന്റെ രോഗം കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലെന്ന് പറയൂ. രോഗമായിട്ട് ഒന്നുമില്ല, പിന്നെ ചെറിയൊരു അസുഖമുണ്ട്. അതിനുള്ള മരുന്ന് വേണേ തരാം. എന്നാത്താ? കണ്ണടയ്ക്കൂ. ക്ലോസ് യുവർ ഐസ്. നിൽക്കൂ. എന്താ നിങ്ങൾ കാണിച്ചത്? ഒരു ഡോക്ടറുടെ തൊഴിലിന്റെ മാന്യതയാണ് നിങ്ങൾ നശിപ്പിച്ചത്. വിളിച്ചത് ഡോക്ടറെ അല്ലെന്ന് എനിക്കറിയാം. വന്നത് ഡോക്ടർ ആയിട്ടല്ലെന്ന് കസ്തൂർബയ്ക്കും അറിയാം. പിന്നെ ഈ പെൺകുട്ടികളുടെ കള്ളത്തരം അതെന്നോട് വേണോ കസ്തൂർബ? ഞാൻ നിങ്ങളിൽ നിന്ന് ഒരിക്കലും ഇത് പ്രതീക്ഷിച്ചില്ല. നിങ്ങളിത് മാത്രമാണ് എന്നെ പ്രതീക്ഷിച്ചിട്ടുള്ളത്. ആദ്യത്തേതെന്തും പ്രിയപ്പെട്ടതാണ്. ഇത് നിങ്ങൾക്ക് ആദ്യത്തേതാണെങ്കിൽ ഓക്കെ.